രാവിലെ തന്നെ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. अरे आज आता कॅन्टीन अच्छा ना. കുറച്ച് പായസം കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സേമിയ പായസം കൊണ്ടു. ഗുഡ് മോർണിംഗ്. ഇന്ന് ഒരു വീക്കെൻഡ് ആയിട്ട് രാവിലെ തന്നെ നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫ്രൈഡ് ചിക്കൻ ബിരിയാണി അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ്. കാരണം ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റ് ഉണ്ട്, ഒരു 4-5 പേരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ കേരള സ്പെഷ്യൽ കൈമ റൈസ് കൊണ്ടുള്ള ഫ്രൈഡ് ചിക്കൻ ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്താണ് കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഞാൻ ഇങ്ങനെ വഴിയെ പറഞ്ഞുതരാം. ഇന്ന് നമുക്കൊരു ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 11 മണിക്ക് സമയം 9 മണിയായി. അധികം പണിയൊന്നുമില്ല, പെട്ടെന്ന് കഴിയും. ജസ്റ്റ് നമ്മുടെ ചിക്കൻ ഇനി ഫ്രൈ ഒരു പോർഷൻ ഫ്രൈ ആക്കി. റൈസ് ഞാൻ അവിടെ വെച്ചു. ഇനി അതൊന്ന് വറുത്താക്കിയാൽ പിന്നെ ദമ്മിടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ചിക്കൻ ബിരിയാണി ചമ്മന്തി ഇതുമാണ്. അപ്പം ഇന്നത്തെ ഷൂട്ടിന് അവരൊരു 11 മണിക്ക് വരും എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ വിചാരിച്ചു ലഞ്ച് ഇവിടെ നിന്ന് ആക്കാൻ. 11 മണി എന്ന് പറയുമ്പോൾ പിന്നെ ലഞ്ച് ഇവിടെ നിന്ന് ആക്കാൻ, വൈകുന്നേരം വരെ ഷൂട്ട് ഉണ്ടാവും എന്നുള്ളതാണ്. യെസ്. അപ്പം ഞാൻ അതാ കുളിച്ച് റെഡിയായി വന്നു. നന്നായി ഷാമ്പൂ ഒക്കെ ഇട്ടൊന്ന് കുളിച്ചോട്ടെ. അവരിപ്പോൾ ഒരു 5 മിനിറ്റിലെത്തും. സോ നമ്മുടെ ബിരിയാണി ചമ്മന്തി സാലഡൊക്കെ റെഡിയായി. ഇനി ഞാൻ കുറച്ച് പായസം കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സേമിയ പായസം. അത് സമയം കിട്ടുകയാണെങ്കിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞാൻ പടയെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻ്റ് ആട്ടോ ഉണ്ടാക്കുന്നത്. ഇൻസ്റ്റൻ്റ് ആകുമ്പോൾ പെട്ടെന്ന് പരിപാടിയാവും. പിന്നെ സേമിയ ആകുമ്പോൾ വേവാൻ അധികം സമയമില്ല, 5 മിനിറ്റ് വേവിച്ചാൽ മതി. അപ്പോൾ ബിരിയാണി പായസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റും മോണിക്കൊക്കെ എത്തി. ഇവരെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ഫോട്ടോഗ്രാഫറും ഉണ്ട് കേട്ടോ. ഇവരാണ് നമ്മുടെ വീടിൻ്റെ ഫുൾ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ ചെയ്ത്. ഇപ്പോൾ ഇവർ വലിയ ഇൻറ്റീരിയേഴ്സൊക്കെ ആയിട്ടുണ്ട്. അതായത് ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പ്രൊജക്റ്റൊക്കെ ആയിട്ട് ബിസിയാണ്. ഇവർ സിസ്റ്റേഴ്സ് എല്ലാവരും കൂടിയിട്ട് തുടങ്ങിയിട്ടുള്ളൊരു സംരംഭമാണ് ഈ ബനാറസി പരിപാടികളും ഒരു സാരിയുടെയൊക്കെ. അപ്പോൾ അവർക്ക് ഇൻസ്റ്റാ പേജും ഉണ്ട്, ഫോൺ നമ്പറും ഞാൻ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷൂട്ടിംഗ് ആണ്. അപ്പോൾ അറിയാമല്ലോ, ഒരു മഹാരാഷ്ട്രീയൻ സ്റ്റൈൽ അവരുടെ പേജിലിടാൻ വേണ്ടിയിട്ടുള്ളതാണ്. സോ ഒരു നോർത്ത് ഇന്ത്യൻ മഹാരാഷ്ട്രീയൻ സ്റ്റൈലാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാലും എനിക്ക് വേണ്ടി കുറച്ചൊരു സൗത്ത് ഇന്ത്യൻ ലുക്കിലേക്കും കൂടെ തന്നിട്ടുണ്ട്. പക്ഷേ ഹെയർ സ്റ്റൈലൊക്കെ അങ്ങനെയാണ് കേട്ടോ. ഓരോ സാരികളായിട്ട് സെമി ബനാറസി സാരീസും പ്യോർ കട്ടാൻ സാരീസും അങ്ങനത്തെ ഒരുപാടുണ്ട്. പ്യോർ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് പറയാം, സെമി വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് നമ്മൾ അങ്ങനെയുള്ള ഒരു 5 സാരി ഓർണമെൻറ്റ്സും ജ്വല്ലറിയും വിത്ത് ബ്ലൗസ് വേറെ തന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ തന്നിട്ടുണ്ട്. ഇത് അവർ അതിന് വേണ്ടി എടുത്ത റെഡിമെയ്ഡ് ബ്ലൗസുകളാണ്. വിത്ത് ബ്ലൗസ് ഇതിൻ്റെ കൂടെ എടുക്കുമ്പോൾ പിന്നെ എനിക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള സമയമില്ല. ഇത് തന്നെ നമ്മൾ ഒരു മാസമൊക്കെ നമുക്ക് ടൈമൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോൾ എനിക്ക് സമയം കിട്ടിയപ്പോൾ അവർ വന്നത് കേട്ടോ. അപ്പോൾ ഈ സംഗീതയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്. സംഗീതനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല. ഞാൻ ഭയങ്കര കംഫർട്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു മേക്കപ്പ്. നല്ല രസമുണ്ട്. നമ്മൾ പറയുന്ന പോലെയൊക്കെ ചെയ്തു തരും. ഇതിപ്പോൾ അവരുടെ ഷൂട്ടിന് വേണ്ടിയിട്ട് ആ ഒരു ഹെയർ സ്റ്റൈലും കാര്യങ്ങളൊക്കെ വെച്ചതാണ്. അപ്പോൾ ഇവരുടെ 2 പേരുടെയും ഈ ഒരു ഡ്രസ്സിൻ്റെയും ഈ മേക്കപ്പിൻ്റെയും ഇൻസ്റ്റാ പേജ് ഇല്ലാത്തവർക്ക് ഫോൺ നമ്പർ ഞാൻ കൊടുക്കാം. കാരണം ഞാൻ കുറേ കാലം അന്വേഷണം എടുക്കണം സംഗീതനെ പോലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിനെ. കാരണം കുറച്ച് നമ്മൾ എപ്പോൾ വേണമെങ്കിലും വീട്ടിലേക്ക് വരാം. ഫുൾ മുംബൈയിലും പൂനെയിലും പോകാറുണ്ട് പറഞ്ഞു. അപ്പോൾ പൂനെയിലുള്ളവർക്കും കോൺടാക്ട് ചെയ്യാം. കല്യാണം മാത്രമല്ലല്ലോ, ഏത് സമയത്തും നമുക്ക് ഒരു ചെറിയ മേക്കപ്പ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇങ്ങനത്തെ ഒരു ആൾക്കാർ ഇതല്ലേ. നല്ല ഫൺ ഷൂട്ടായിരുന്നു. കാരണം നമുക്ക് അറിയുന്ന ആളുകൾ ഭയങ്കര കംഫർട്ടായിട്ട്. ഈ വീട് അവരുടെ അടുത്തായിരുന്നു പറഞ്ഞില്ലേ, ഒരു കൊല്ലമായിട്ട് അവരുടെ അടുത്തുണ്ടായിരുന്ന വീട് നമുക്ക് തന്ന പോലെ ആയിരുന്നു. അത്രയും നമുക്ക് കണക്ഷൻ ഉള്ളവരാണ് ഇവർ. അപ്പോൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ടെൻഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ചിരിച്ച് കളിച്ച് നല്ല ഫുൾ ഡേ ഷൂട്ടായിരുന്നു. അതാണ് നമ്മുടെ വീട്ടിൽ തന്നെ ആക്കാമെന്ന് പറഞ്ഞത്. അപ്പം മിത്തുവിന് പിന്നെ ഫുൾ ഡേ വെറുതെ കളയണ്ടല്ലോ, അവൾക്ക് ട്യൂഷന് പോകാനും കാര്യങ്ങൾക്കൊക്കെ പറ്റൂല. അങ്ങനെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ നല്ല രസമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. സംഗീതം ഭയങ്കര സ്മാർട്ടാണ്. കാരണം എനിക്കിങ്ങനെ പോസ് പറഞ്ഞിരുന്നതും സ്റ്റൈൽ ചെയ്യുന്നതും ജ്വല്ലറി എല്ലാം ആളാണ് കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. ഞാൻ ശരിക്കും നല്ല രസമായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാരീസ് ഒക്കെ ഷൂട്ട് ചെയ്ത് ഒരു സാരി കഴിഞ്ഞപ്പോൾ തന്നെ 2:30-3 മണിയായി. അപ്പോൾ വിശന്ന് എല്ലാവരും കുടലുമാല കരിഞ്ഞു. എന്നാൽ കുറച്ച് ചിക്കൻ ബിരിയാണി കഴിച്ചിട്ടാവാം ഇനി അടുത്ത പരിപാടി എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സാരിയുടെ ഷൂട്ട് കഴിഞ്ഞു. ഇനി ഒരു 5 കൂടെ ഉണ്ട്.
ഇപ്പോൾ സമയം ഇപ്പോൾ തന്നെ 4 മണിയായിട്ടൊക്കെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് അടുത്തത് ഇതുപോലെ ഇല്ലാത്ത നല്ല ടൈം എടുക്കേണ്ട ഫോട്ടോയും ഷോർട്സും ചൂടായിട്ട്. അപ്പോൾ ഒരു സാരി ആയിട്ടുള്ളൂ. 4 മണിയായിപ്പോൾ തന്നെ. എനിക്ക് ഉറങ്ങാൻ തോന്നുന്നു. പക്ഷെ ഇതിൻ്റെ വിത്ത് ബ്ലൗസ് അല്ല കേട്ടോ. വിത്ത് ബ്ലൗസൊക്കെ എനിക്ക് ഉണ്ടത് സ്റ്റിച്ച് ചെയ്യണം. പക്ഷെ ഇത് അവർ അതിന് മാച്ച് ചെയ്തിട്ടുള്ളത് കൊണ്ടുവന്നതാണ് ഓർണമെൻറ്റ്സും എല്ലാതും. थोड़ा सा वॉक करेगा मैम सेम 3 हाँ वैसे 3 2 1 गो. ബിരിയാണി കഴിച്ച് അടുത്ത സാരിയിലേക്ക് കടന്നു. കാരണം മേക്കപ്പിന് ഒരുപാട് സമയം എടുക്കുമല്ലോ ആദ്യത്തെ ഒരു സെറ്റ്. പിന്നെ സാരി ചടപടയെന്ന് മാറ്റാം. അപ്പോൾ ആദ്യത്തെ കുറച്ച് ടൈം നമുക്ക് പോയത് മേക്കപ്പും ഹെയറും കാര്യങ്ങൾക്കൊക്കെ ആയിരുന്നു. ഇതും അവർ ഇതിന് സിമിലർ ആയിട്ടുള്ളൊരു ബ്ലൗസ് അറേഞ്ച് ചെയ്തതാണ്. വിത്ത് ബ്ലൗസ് സൂപ്പറാണ് കേട്ടോ കാണാൻ. അത് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് വേറെ ദിവസം എന്തായാലും എടുക്കുന്നതായിരിക്കും. ഇതൊക്കെ അവരുടെ പേജിൽ ഇടാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ പേജിൽ ഇങ്ങനെ ചുമ്മാ ഷൂട്ട് ചെയ്യണം. അവരിട്ടതിന് ശേഷമാണ് എനിക്കത് ഇൻസ്റ്റയിൽ കൊളാബറേറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ. നല്ല ഭംഗിയിൽ ഈ ഒരു സെമി ബനാറസി കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് പ്യോർ ബനാറസി വേണമെങ്കിൽ അവരുടെ അടുത്ത് പറയാം. അപ്പോൾ ഇനിയും കുറേ കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ സംഗീതമാണ് കേട്ടോ എന്നെ ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞു തരുന്നത്. രണ്ട് സൈഡിലുണ്ട്. അപ്പോൾ അവിടെ നിന്നുണ്ട് ഓരോരോ കഷ്ടപ്പാടില്ലേ. 3 2 1 गो. അങ്ങനെ അടുത്ത ഡ്രസ്സ് മാറ്റി. അപ്പോൾ ഹെയർ സ്റ്റൈലും മാറ്റി. കാരണം അവർക്ക് പ്രൊഫൈലിൽ വരുമ്പോൾ എല്ലാം ഒരേപോലെ ആവരുതല്ലോ. എല്ലാ ഹെയർ സ്റ്റൈലും മാറണം, ഡ്രസ്സും മാറണം. അപ്പോൾ മേക്കപ്പ് മാത്രം ആ ഒരു ബേസ് മേക്കപ്പ് അവർ എല്ലാത്തിനും കോമൺ ആയിട്ടുള്ളൊരു മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരോന്നിനും 1 മണിക്കൂറൊക്കെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ടെടുക്കുക ഓരോ സാരിക്കും. ഈ ഒരു ഹെയർ സ്റ്റൈൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ പരത്തിയിടുന്നത് പൊതുവെ എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ബണ്ണ് കിട്ടുമ്പോൾ കുറച്ചും കൂടെ പ്രായം തോന്നുന്ന പോലെ, അല്ല പ്രായമുണ്ട് അത് വേറെ കാര്യം. അപ്പോൾ തോന്നുന്ന പോലെ തോന്നും. ഈ ഒരു സാരി ഭയങ്കര ഭംഗിയില്ല. ഇതെനിക്ക് ഫേവറേറ്റ്. ഇതിൻ്റെ വിത്ത് ബ്ലൗസ് വന്ന ഒരു രക്ഷയുണ്ടാവില്ല. ആ ഒരു ലൈറ്റ് ഷെയ്ഡ് പിങ്കാണ് വരുന്നത്. ടിഷ്യൂ സാരിയാണ് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോൺട്രാസ്റ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ അവരും നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. കാരണം ഞാൻ പറയില്ല ഒരുപാട് പ്രോപ്സ് കൊണ്ടുവന്നിരുന്നു. ഈ സാരിയല്ല എന്താ പറയുക, പൂക്കൾ, ജാസ്മിൻ ഫ്ലവേഴ്സ്, കുറേ പ്രോപ്സ്, ധൂപക്കൂട്ട്, അതൊക്കെ ഇനി കാണിച്ചു തരാം. ഒരുപാട് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു അറേഞ്ച്മെൻറ്റ്സ് നമ്മൾ ഓൾറെഡി നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്ത കാരണം അവർക്ക് കുറച്ചും കൂടി ഈസി ആയിരുന്നു. ഇങ്ങനത്തെ സെറ്റപ്പൊക്കെ ഓൾറെഡി ഉള്ളതായതുകൊണ്ട് അവർക്ക് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ അവരുടെ സ്റ്റുഡിയോക്കാണ് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട, ഇവിടെ ആകുമ്പോൾ കുറച്ചും കൂടെ സുഖമാണ് മിഥുൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെയാണ്. അപ്പോൾ ഈ സാരി അത് അടുത്ത പൂവ് കേട്ടോ. അടുത്ത പൂവും തൂവും. പിന്നെ അവർ ഓരോ സ്റ്റൈൽസ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. 2 1 गो. मैंने बोला था ये സംഭവം വൻ കോമഡി ആയിരുന്നു കേട്ടോ. നല്ല തമാശയും കാര്യങ്ങളായിരുന്നു. കാരണം ഒന്നാമത് നമുക്ക് ഈ അഭിനയിച്ച് മോഡലിനെ പോലെ ചെയ്തിട്ടുള്ള പരിചയമില്ല. ഞാൻ ചെയ്യുന്ന പോലെയല്ലേ ചെയ്യാറ്. കണ്ടോ, ഇതാണ് അവരുദ്ദേശിക്കുന്ന ലുക്ക്. ഇത് രംഷേട്ടൻ പാവ രാവിലെ മുതൽ എൻ്റെ കൂടെ നടന്നത് എനിക്ക് വ്ളോഗിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. പക്ഷേ ഇതൊന്നല്ല വരാൻ പോണം. അവരെടുത്ത വീഡിയോസും കാര്യങ്ങളുമാണ് വരിക. അപ്പോൾ ഇങ്ങനൊരു ലുക്കാണ്. അതായത് ഈ ഒരു ലൈറ്റും ഷെയ്ഡും കാര്യങ്ങളുമാണ് അവരുദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ ലൈറ്റൊന്നും അല്ല വരിക. ഇങ്ങനൊരു സ്റ്റുഡിയോ ലുക്കാണ് അവരെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു സാരി പ്യോർ റോമാങ്കോ സാരി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സാരി. എന്തൊരു ലൈറ്റ് വെയിറ്റ് അറിയാം. കല്യാണത്തിനൊക്കെ ഉടുക്കാൻ പറ്റിയ സാരിയാണ്. സത്യം പറഞ്ഞാൽ ഇത് ഞാനൊരു കാലത്ത് മാനിഫെസ്റ്റ് ചെയ്തിരുന്ന സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടം. മോഡലാവാനെന്നല്ല, അതിനൊക്കെ ഉള്ളൊരു യോഗ്യത ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മേക്കപ്പും സാധനങ്ങളും ഷൂട്ടിങ്ങും ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൊരു ഫീൽഡായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ വന്നത്. കാരണം എനിക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യം. പക്ഷേ ഇതിങ്ങനെ ഇപ്പോൾ കൂടിക്കൂടി ഓരോ വർഷം കഴിയുന്തോറും നമ്മുടെ ഓപ്പർച്യൂണിറ്റി കൂടിക്കൂടി വരുന്നതും എഫേർട്ട് ഇടുന്നതും കാര്യങ്ങളൊക്കെ കൂടുതൽ സന്തോഷം അല്ലേ. ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല. അങ്ങനെ സമയം ഇപ്പോൾ 8:15 രാത്രി. അത് നമ്മുടെ ഫൈനൽ സാരി, ലാസ്റ്റ് സാരിയാണ്. ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് പാക്കപ്പ് ആവും. എന്നുണ്ട് നമ്മൾ 3 ഹെയർ സ്റ്റൈൽ 3-4 ഹെയർ സ്റ്റൈൽ മാറ്റി. സാരി അടിപൊളി കേട്ടോ. ആരൊക്കെയോ വിളിക്കുന്നത് അറിയില്ല. ഇത് വിചാരിച്ച പോലെ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടോ. ഉച്ചയ്ക്ക് 12 മണിക്ക് തുടങ്ങിയിട്ട് 8:15 ആയപ്പോൾ പോലും ലാസ്റ്റത്തെ സാരിയിലേക്ക് എത്തിയിട്ടുള്ളൂ. അത് 5 സാരിക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ല എഫേർട്ട്. പിന്നെയും ഹെയർ സ്റ്റൈൽ മാറ്റി കേട്ടോ. ഇതൊരു റിസപ്ഷൻ ലുക്കൊക്കെ ചെയ്യാൻ പറ്റും നമുക്ക്. 3 2 1 गो. क्या हो रहा है?
हाँ 2 1 go. ये कैमरा बहुत पहले स्टार्ट किया कैमरा में नहीं देखना है, ऊपर ही उधर देख के देखिए, हंसना है। हंसना है। अरे यार स्कूल പോകാറായി നാളെ तो बोलेगी कौन हीरोइन आ गई 3 2 1 go. अरे नहीं, आ जाता कैंडिड अच्छा था दिया मैंने. ഫൈനലി ഇപ്പൊ സമയം 10:30. ഞാൻ മേക്കപ്പ് ഒക്കെ അവര് തന്നെ റിമൂവ് ചെയ്ത് മുടി ഇനി കുളിച്ചാലാണ് ഈ സ്പ്രേ ഒക്കെ പോവുള്ളൂ. മുഖമാണെങ്കിൽ ഇന്ന് കഴുകി മേലൊക്കെ കഴുകണം കേട്ടോ. ഇതിന്റെ ഉള്ളിലേക്ക് വന്നപ്പോല്ലേ ഒരു കല്യാണ വീടിന്റെ മണം. ഒരു കല്യാണ വീട്ടിലല്ലേ നമുക്കിങ്ങനെ, അതായത് ഉച്ച മുതൽ ഇതിൻ്റെ ഉള്ളിൽ AC ഒക്കെ ഇട്ട് ഫുള്ള് മേക്കപ്പിന്റെ സാധനങ്ങൾ. കല്യാണ വീട്ടിലാണ് ആ ഒരു ജഗപുക ഉണ്ടാവുക, ആ ഒരു മേക്കപ്പിന്റെ സാധനങ്ങളും മുല്ലപ്പൂവിന്റെ മണം, പ്രത്യേകിച്ച് ഈ മുല്ലപ്പൂവും. ഹായ് 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 മുല്ലപ്പൂവും റോസ് പൂവും എല്ലാം കൂടെ നിറയെ സാരികളും പുതിയ സാരികളും. ഒരു കല്യാണ വീട്ടിലല്ലേ ഇങ്ങനെ ഒരു രസം ഉണ്ടാവുക. അപ്പം ആ ഒരു ഫീല് എനിക്കിങ്ങനെ ഫീൽ ചെയ്യണു. നമ്മുടെ ലക്ഷ്മിയുടെ കല്യാണത്തിനാണ് ഇതുപോലെ ഒരു ഫീല് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോഴാണ് ആ ഒരു ഫീലിന്ന് എന്തോന്നും അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇനി നാളെ രാവിലെ സ്കൂളും ഓഫീസൊക്കെ ഉണ്ട്. അതല്ലെങ്കിൽ വലിയ രസമില്ല. പക്ഷെ ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഷൂട്ട് ചെയ്തു. ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. നല്ല രസമായിട്ട് ആ കുട്ടി മേക്കപ്പും കാര്യങ്ങളും ഒക്കെ ചെയ്തു. ഭയങ്കര സ്മാർട്ടായിട്ടുള്ള, മോണിക്കേനെ പിന്നെ നമുക്ക് ഓൾറെഡി അറിയണതാണ് അവരെത്ര സ്മാർട്ടാണെന്നുള്ളതാണ് ഈ വീട്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു ആ ഒരു മേക്കപ്പും കാര്യങ്ങളും ഒക്കെ. ചടപടേ പറഞ്ഞ് ഒക്കെ ചെയ്തു. നെയിൽസൊക്കെ പിന്നെ ജസ്റ്റ് വെച്ചതാ, ഗ്ലൂ അല്ല. ഗ്ലൂ ആണെങ്കിൽ 1 വീക്ക്. അപ്പോൾ അതാ ഞാൻ പറിച്ചെടുക്കും. കാരണം നാളെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് പറ്റി പരിപാടിയല്ല ഈ ഫേക്ക് നെയിൽസ്. ഇതിങ്ങനെ വല്ല ഫംഗ്ഷന് വരുമ്പോൾ ഇടുക, ഊരി വയ്ക്കുക, അതിന് മാത്രമാണ് ഫേക്ക് നെയിൽസ്. അതുകൊണ്ടാണ് ഞാൻ ആ മുന്നേ 1-2 പ്രാവശ്യമൊക്കെ ചെയ്തത്. പിന്നെ ഞാൻ നിർത്തി. കാരണം ഇത് നമുക്ക് പറ്റില്ല, വീട്ടിലെ പണിയെടുക്കുന്നവർക്കൊന്നും ഈ വക പരിപാടികൾ പറ്റില്ല. നല്ല അടിപൊളി സാരി. അപ്പം എന്തായാലും അവർ ഇത് ഇപ്പം ഇതിൻ്റെ ഷോർട്സ് റീൽസൊക്കെ അവരാവും ഇടുക. അവരുടെ പേജിലേക്ക് വേണ്ടിയിട്ടാണല്ലോ അവരെടുത്തത്. അപ്പോൾ എന്തായാലും ഞാൻ അവരെ ഫോൺ നമ്പറും അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബനാറസിയോ പ്യോർ ബനാറസിയോ ഇങ്ങനത്തെ പ്യോർ റോ മാംഗോ സിൽക്കാണ്. അപ്പോൾ എന്തായാലും അതേപോലെ മേക്കപ്പ് ഞാൻ പറഞ്ഞ പോലെ തന്നെ മുംബൈയിലോ അതിനൊക്കെ ഡീറ്റെയിൽസ് ഞാൻ റീൽസിലോ ആവും കൂടുതലിടുക. പക്ഷെ എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ അങ്ങനെ ഒരു റീൽസ് കാണാത്തവർ, ഇൻസ്റ്റാഗ്രാം ഇല്ലാത്ത ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ മുംബൈയിലും പൂനെയിലും ആ കുട്ടി ചെയ്യും എന്നാണ് പറഞ്ഞത്. മുംബൈയിലും പൂനെയിലും ആർക്ക് വേണമെങ്കിലും ബ്രൈഡൽ തന്നെ ആവണമെന്നില്ല, വെഡ്ഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കോ എന്ത് ടൈപ്പ് ഓഫ് റിസപ്ഷനോ പാർട്ടിയോ എന്ത് വേണമെങ്കിലും ചെയ്യും. നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. ഏത് ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽ, ഇന്നൊരു ഇത്തരത്തിൽ 5 ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽ ചെയ്തു തന്നു. എല്ലാം ചെയ്തുതരും. സാരി പ്രീപ്ലീറ്റ് ചെയ്ത് എല്ലാം കൈകൊണ്ടാണ് എത്ര വൃത്തിക്ക് ഉടുപ്പിച്ചു തന്നത്, ഒരു അയേണിങ്ങോ ഒന്നും ഇല്ലാതെ. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നല്ല അടിപൊളിയാണ്. അപ്പോൾ ആൾ വർക്കും ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ നമ്പർ കൊടുക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാ പേജ് ഉള്ളവരൊക്കെ അറിയില്ല. അപ്പോൾ ആർക്കെങ്കിലും, കാരണം ഞാൻ കുറേ കാലമായിട്ട് അന്വേഷിച്ചിടാം മുംബൈയിൽ ഇതുപോലെ എല്ലാം ചെയ്തു തരുന്ന ആരെങ്കിലും ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇത്രയും നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാൾ കിട്ടിയല്ലോ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി ഇത് നേരെ അവിടെ എവിടെയെങ്കിലും എടുത്തു വെച്ചിട്ട് കിടന്നുറങ്ങട്ടെ. ബാക്കി നാളെ രാവിലെ നെച്ചിട്ടാവാം. ഇന്ന് അടുക്കളയൊക്കെ കച്ചറ പോലെ അങ്ങനെ ഒന്നും അടിച്ചുവരി തുടക്കൊന്നും ചെയ്തിട്ടില്ല. മീൻസ് ഇപ്പം രാത്രിയത്തെ പരിപാടിയിൽ ടയേർഡായിപ്പോയി. അപ്പോൾ അടിപൊളി ഒരു ദിവസം നിങ്ങളും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇനി നമുക്ക് കുറേ വിശേഷങ്ങളും കുറേ കാര്യങ്ങളും ഓണവും എല്ലാം കുറേ രസങ്ങളായ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എല്ലാം വ്ളോഗായിട്ട് ഇടാം. അപ്പോൾ തൽക്കാലം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ബൈ.